കാലായി നിങ്ങളോടൊക്കെ വന്ന് എന്റെ കഥ പറയണം എന്ന് വിചാരിക്കണു. ഇപ്പോഴാ അതിനൊരു സമയം കിട്ടിയേ. ഫോർട്ട് കൊച്ചിയിലും പരിസരങ്ങളിലും ഇടയ്ക്കിടെയായി എന്നെ കാണുമ്പോ എല്ലാരും ചോദിക്കും, ആരാ, എന്താ, എവിടുന്നാന്നൊക്കെ. അവരുടെയൊക്കെ ചോദ്യം കേട്ടാ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതുപോലെയാ. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പുതിയ കുട്ടികളൊന്നും എന്നെ കണ്ടിട്ടില്ലെന്നേ. 2 വർഷേ ആയിട്ടുള്ളൂ ഞാൻ കൊച്ചിയിലേക്ക് എത്തിയിട്ട്. ഞാൻ 1979 മോഡൽ ലാംബ്രട്ട. ഇപ്പോൾ എനിക്ക് പ്രായം 47. പക്ഷെ കണ്ടാ അങ്ങനെ തോന്നോ? അതിന് കാരണേ ഇതാ ഈ നിതിനാ. ഹായ്, ഞാൻ നിതിൻ. എൻ്റെ സ്ഥലം ഫോർട്ട് കൊച്ചിയാണ്. ഇതെൻ്റെ 79 മോഡൽ ലാംബ്രട്ട ഓട്ടോയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ഓട്ടോറിക്ഷയിലാണ്. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കയറിയേക്കുന്നത് യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ഒരു ഇത് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തു. ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്ത് ഞാനും വൈഫും കൊച്ചൊക്കെ വൈകിട്ട് കറങ്ങാൻ പോകണം. ഇതിൻ്റെ അകത്ത് ഈ ബീച്ചിൽ കറങ്ങി ചാടിക്കാൻ പോക്കും എല്ലാം ഇതിൻ്റെ അകത്ത് പോക്ക്. ഇപ്പോഴുള്ള പ്ലാസ്റ്റിക് ഫൈബർ ബോഡികൾ പോലെയല്ല. ഞാനേ മൊത്തം പക്ക മെറ്റൽ ബോഡിയാ. അന്നത്തെ കാലത്തെ പ്രശസ്തമായ ആ ക്ലാസിക് ഫ്രെയിമും കട്ടിംഗ് ഡിസൈനും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ എന്റെ 150cc 2 സ്ട്രോക്ക് എഞ്ചിനും ഈ കിക്ക് സ്റ്റാർട്ടും എല്ലാം എന്നെ ഇപ്പോഴും യുണീക്കായി തോന്നിക്കുന്നില്ലേ? ഈ ബോഡി പണിതതേ അങ്ങ് കോഴിക്കോടാ. പണ്ട് 2 ടൈപ്പ് ബോഡി ഉണ്ടായിരുന്നുള്ളൂ, കണ്ണൂർ ബോഡിയും എറണാകുളം ബോഡിയും. അതിലെ കണ്ണൂർ ബോഡിയാ ഇത്. പിന്നെ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയാന്ന് വെച്ചാൽ സിമ്പിൾ മെക്കാനിസമാണ്. എന്ന് വെച്ചാൽ സീറ്റിൻ്റെ താഴെ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. പിന്നെ സസ്പെൻഷൻ വന്നത് ലീഫ് സസ്പെൻഷനാണ്. എഞ്ചിനിൽ നിന്ന് ഒരു ഷാഫ്റ്റാണ് പുറകത്തെ വീലിലേക്ക് പോയി കറങ്ങുന്നത്. അങ്ങനെ സിമ്പിൾ പരിപാടി, വലിയ കോംപ്ലിക്കേഷൻ സെൻസറൊന്നും ഇല്ലാത്ത സിമ്പിൾ പരിപാടി. പിന്നെ നിങ്ങൾ എന്നെ പെട്ടെന്ന് ഓർക്കുന്നത് അത് നമ്മുടെ ലാലേട്ടന്റെ ഈ ഓട്ടോ സിനിമയിൽ എന്നെ പോലെ ഒരുപാട് പേരെ കണ്ടതുകൊണ്ടാണോ? സുന്ദരി ഓട്ടോ. പക്ഷെ സുന്ദരി ഓട്ടോ ഞാനല്ല കേട്ടോ. എന്നാലും ഞാൻ സുന്ദരിയല്ലേ? ഞാനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ടൊവിനോ നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയിൽ ഞാനുണ്ട്. പിന്നെ കുറച്ച് ചെറിയ റോളുകളൊക്കെ. അതിലൊന്നും എന്നെ കാര്യമായിട്ട് മനസ്സിലാവില്ല. വേറെ 1-2 പടത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെറിയൊരു പോഷൻ മാത്രം കാണിക്കുന്നുള്ളൂ. പക്ഷെ അന്വേഷിപ്പിൻ കണ്ടെത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു റോളിൽ അത്യാവശ്യം വണ്ടി കാണിക്കുന്നത്. ഓടി വന്ന സീനിൽ കാണിക്കുന്നത്. ടൊവിന സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നത് ഈ വണ്ടിക്കകത്താണ്. അല്ലാത്ത ചെറിയൊരു ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇടൽ, പാർക്കിങ്ങിൽ ഇടൽ, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ആ സിനിമയിൽ മാത്രമാണ് ഒരു റണ്ണിങ്ങിലുള്ള സീൻ കിട്ടിയത്. വലിയ പവറും ആഡംബര സ്പെക്കുകളൊന്നും ഇല്ലെങ്കിലും എന്റെ ഉള്ളിലുള്ള ആ 150cc 2 സ്ട്രോക്ക് എഞ്ചിന്റെ സൗണ്ട് കേട്ടാ ഇന്നും പിള്ളേര് തിരിഞ്ഞു നോക്കും. ആ പുകച്ചുരുളുകൾക്കും എഞ്ചിന്റെ താളത്തിനും ഒരു കാലത്ത് നമ്മുടെ റോഡുകൾ അടക്കി വാണ ഗമയുണ്ട്. ഇന്നിപ്പോ ഫോർട്ട് കൊച്ചിയുടെ പൈതൃക വഴികളിലൂടെ ഞാനും നിതിനും കൂടി കറങ്ങാൻ ഇറങ്ങുമ്പോ കാണുന്നവരുടെ എല്ലാം കണ്ണിലൊരു തിളക്കമുണ്ട്. ഈ ഒരു ആംബിയൻസിൽ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താ അവര് ഹാപ്പി. കാലം എത്ര മാറിയാലും ചില ക്ലാസിക്കുകൾ അങ്ങനെയാണെന്നേ, തോറ്റു കൊടുക്കില്ല. അപ്പൊ ശരി, വീണ്ടും വഴികളില് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം.